ഒക്കെ ചെയ്യാനായിട്ട് നിൽക്കണ്ട. പറ്റുന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ചെയ്യാം. ആൽമണ്ട്സ് എല്ലാം എടുത്ത് പീൽ ചെയ്യുക. പീൽ നല്ല ടേസ്റ്റാണ്, പക്ഷെ കഴിക്കരുത്. സ്കിന്നിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ സിമ്പിളായിട്ട്. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ആൽമണ്ട് ഫേഷ്യലാണ്. നമ്മുടെ ബദാം വെച്ചിട്ടാണ് ഇന്നത്തെ ഫേഷ്യൽ ചെയ്യുന്നത്. ഫേഷ്യൽ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടാവും, ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര സമയമില്ലാത്തവർക്കും ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമായതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബദാമാണ്. സോ ഞാനിവിടെ 4-5 ബദാം എടുത്ത് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേണം ആയതുകൊണ്ടാണ് ചൂടുവെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചത്. അതാകുമ്പോൾ ഒരു അരമണിക്കൂറിൽ നമുക്ക് നന്നായിട്ട് സോക്കായി പീൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഇതിലുണ്ടാവും. രാത്രി മുഴുവനും കുതിരാൻ വെച്ചിട്ട് രാവിലെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ആൽമണ്ട്സ് എല്ലാം എടുത്ത് പീൽ ചെയ്യുക. പീൽ ചെയ്തതിന് ശേഷം ഈ വെള്ളമൊക്കെ മുഴുവനായിട്ട് മാറ്റാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഇടിക്കുന്ന കല്ലുണ്ടാവുമല്ലോ, കല്ലല്ല മീൻസ് ഇടിക്കുന്ന സാധനം എങ്കിൽ അതെടുത്തിട്ട് നന്നായിട്ട് ചതച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ഫൈനായിട്ടും ചതഞ്ഞ് കിട്ടും. കാര്യം ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്. പിന്നെ ആൽമണ്ട്സ് അത്ര കട്ടിയുള്ള സാധനമൊന്നുമല്ല, പെട്ടെന്ന് തന്നെ കുതിർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അരച്ചെടുക്കാനായിട്ട് പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ ചെറിയൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്ത ക്വാണ്ടിറ്റിക്ക് 2 സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ തന്നെ വെക്കുക. ഇത് 15 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ആൽമണ്ട്സും പാലും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. നല്ല രീതിയിൽ സോക്കായി പാലിൻ്റെ ഗുണങ്ങൾ ആൽമണ്ട്സിലും എത്തിയിട്ടുണ്ടാവും. ആൽമണ്ട്സിൻ്റെ എക്സ്ട്രാക്ട്സ് പാലിലും ഒക്കെ മിക്സ് ആയിട്ടുണ്ടാവും. ഇനി ഇത് നിങ്ങൾക്ക് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഇത് നല്ല ഒരു സ്ക്രബാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഇട്ട് ഉരയ്ക്കാനായിട്ട് പാടില്ല. ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്യാൻ പറ്റും. ഇനി ഇത് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റിൽ താഴെ മാത്രം നല്ല രീതിയിൽ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക. വളരെ ജെൻറ്റിലായിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. ഒട്ടും നമ്മുടെ സ്കിന്നിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ സിമ്പിളായിട്ട് ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ തടവുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നമുക്കത് വാഷ് ചെയ്യാം. ടോട്ടലി ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് റോസ് വാട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മാസത്തിൽ 2 തവണ മാത്രം ചെയ്താൽ മതി. ആൽമണ്ട്സ് ഒക്കെ ഇങ്ങനെ സോക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് ഇത് കുറച്ച് പണിയുള്ള ജോലിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാനോ ആഴ്ചയിലൊക്കെ ചെയ്യാനായിട്ട് നിൽക്കണ്ട. പറ്റുന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മാസത്തിൽ 1-2 തവണ ചെയ്തു കൊടുത്താലും മതി. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഗ്ലോ ആകും. അതുപോലെ തന്നെ സ്കിന്നിന് ഒരു റെജുവിനേഷൻ തരാനും ഒരു വൈറ്റ് ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. പിന്നെ ഇത് നിങ്ങൾ പാർലറിൽ പോയിട്ട് എന്ത് ഫേഷ്യൽ ചെയ്താലും അതുപോലെ റിസൾട്ട് തരുന്ന ഒരു ഫേഷ്യലാണ്. ഭയങ്കര നാച്ചുറലാണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഐറ്റമാണ് നമ്മുടെ ബദാം എന്ന് പറയുന്നത്. എടുത്ത് കഴിക്കാനൊക്കെ തോന്നും, നല്ല ടേസ്റ്റാണ്. പക്ഷെ കഴിക്കരുത്, മുഖത്ത് തന്നെ ഇടണം. ബാക്കി ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഇത്ര നേരം വീഡിയോ കണ്ടിരുന്നു, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ ഞാൻ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളെല്ലാവരെയും കാണാം. ടാറ്റാ ബൈ.